ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് റൈഡാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 10-11 വണ്ടികൾ നമ്മളുടെ കൂടെ ഉണ്ട്. വണ്ടി ഐഡിലിട്ടിരിക്കുകയാണ്, കാരണം ജസ്റ്റ് ഒന്ന് ചൂടാവാണ്ട്. എന്നിട്ട് നമ്മൾ വണ്ടി സാധാരണ എല്ലാവരും അങ്ങനെ എടുക്കാറുള്ളൂ. അതൊന്ന് RPM ഒന്ന് കുറഞ്ഞൊരു ഇപ്പോൾ 1500 ആയിട്ടുണ്ട്, 1400, കുറഞ്ഞൊരു 1200, 1300 ആ റേഞ്ചിലൊക്കെ എത്തുമ്പോൾ വണ്ടി എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 60 ടെമ്പറേച്ചർ ആകുമ്പോഴാണ് ഞാൻ വണ്ടി അങ്ങനെ എടുക്കാറ്. എന്തായാലും ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഐഡിയൽ ഇടാറുണ്ട്. സോ നമുക്ക് പോകാം. ഇന്നത്തെ റൈഡ് പൊളിക്കും. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ അതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന അതേ സെയിം റൂട്ടിൽ തന്നെ അവർ ടെമ്പിളിലോട്ട് വരുന്നില്ല. ആ സെയിം റൂട്ടിൽ തന്നെ സെയിം മീറ്റപ്പ് പോയിന്റിൽ നമുക്കറിയാവുന്ന വേറൊരു മിക്സഡ് ഗ്രൂപ്പാണ്. നമ്മൾ മല്ലൂസും തമിഴൻസും കന്നഡക്കാരും ഇന്ത്യക്കാരും എല്ലാവരും ഉള്ളൊരു ഗ്രൂപ്പ്. അപ്പോൾ അവരും നമ്മൾ പോകുന്ന അതേ സ്പോട്ടിലോട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ തന്നെ ഏകദേശം 10-28 വണ്ടികൾ വരുന്നുണ്ട്. ഏതായാലും നമ്മൾ മീറ്റപ്പ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഹോസ്കോട്ടെ ടോളിൻ്റെ അവിടെയാണ്. ഹോസ്കോട്ടെ ടോള് എല്ലാവർക്കും, ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. ബാംഗ്ലൂരിൽ ഒരു വട്ടമെങ്കിലും വന്നു പോയവരുണ്ടെങ്കിലും അവർക്കൊക്കെ അറിയാവുന്നതാണ് ഹോസ്കോട്ടെ ടോൾ എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് നമുക്ക് എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. 6:30 പറഞ്ഞിട്ടുള്ളത്. ഇപ്പം 6 മണി ആയിട്ടുണ്ട്. കാരണം നമ്മളിന്ന് സാധാരണ നോർമൽ ഇതിലാണെങ്കിൽ ഒരു 6 മണിക്കൊക്കെയാണ് റൈഡ് പ്ലാൻ ചെയ്യാറ്. കാരണം ഇപ്പം ഇരുട്ടാണ്. ഇപ്പം 6 മണി ആയിട്ട് പോലും നല്ല ഇരുട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ 6:30 ആക്കിയതാണ് നമ്മൾ. ഇപ്പം അധികം തിരക്കൊന്നുമില്ല, കാരണം 6 മണിയായല്ലോ. എല്ലാവരുടെ പരിപാടിയും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന സമയമായിരിക്കും മാത്രമല്ല ഞായറാഴ്ചയും കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും ലീവും ആയിരിക്കും, ഉറക്കിൻ്റെ സമയമായിരിക്കും. ഇപ്പം നൈറ്റിലൊക്കെ ഫുൾ മൂഡിലാണ് ബാംഗ്ലൂർ. കോരമംഗലം എന്നൊക്കെ പറയുന്നത്. കോരമംഗലം, അതുപോലെ കുറച്ച് സ്ഥലമുണ്ട് അങ്ങനെ എപ്പോഴും ഓണായി കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇതിപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ചെറിയൊരു ജംഗ്ഷൻ വരുന്നുണ്ട്. ആ സിഗ്നലിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഹോസ്കോട്ടെ ടോളാണ് നമ്മളുടെ മീറ്റപ്പ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 6:30 പറഞ്ഞതെങ്കിൽ കൂടെയും ആരും വന്നിട്ടൊന്നും ഉണ്ടാവില്ല. അത് വേറെ ഒരു കാര്യം. കാരണം 6 മണി ഞാൻ പറഞ്ഞില്ല, 6 മണിയായിട്ടും അത്യാവശ്യം ഇരുട്ട് തന്നെ ഉണ്ട്. നല്ല ബാംഗ്ലൂർ ഇപ്പം നല്ല തണുപ്പാണ് അത്യാവശ്യം. രാവിലെ 14-13 സിറ്റിക്ക് അകത്തുള്ളത്. സിറ്റിക്ക് പുറത്ത് അതിലും കുറവാണെന്നാണ് കേട്ടത്. സിറ്റിക്ക് പുറത്ത് എന്തായാലും കുറവായിരിക്കും, കാരണം ബിൽഡിങ്ങും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. പെട്ടെന്നൊരു ഹമ്പ്, കുറേ കാലമായി ഈ റോഡിൽ വന്നിട്ട് ഹമ്പുള്ളതൊക്കെ മറന്നുപോയി ഗൈസ്. അത്യാവശ്യം ട്രാഫിക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ റോഡിൽ ഇറങ്ങി തുടങ്ങി. നമുക്ക് ഇതിലങ്ങ് ഇങ്ങനെ സൈഡിലൂടെ പോവാം. അയ്യോ, ഓട്ടോക്കാരൻ ഇപ്പം തന്നെ പണി തന്നായിരുന്നു, ഭാഗ്യം. നമുക്ക് എവിടെയും സിഗ്നൽ കിട്ടിയില്ല, എവിടെ കിട്ടിയിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ റൈഡ് എന്ന് പറയുന്നത്, നമ്മൾ വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓൾറെഡി മാറ്റങ്ങളുണ്ട്, പക്ഷേ ഇതിലിപ്പം ഓയിൽ
ഓയിൽ മാറി, ഓയിൽ ഫിൽറ്റർ, ബ്രേക്ക് പാഡ്സ് മാറി, പിന്നെ ടയറ് മാറി. ടയർ ഇപ്പോൾ സൂപ്പർ കോസ SP3 ആണ്, V3 ആണ് കിടക്കുന്നത്. അങ്ങനെ മൊത്തം മാറിയിട്ടുള്ള ആദ്യത്തെ റൈഡാണ്. അങ്ങനെ നമ്മൾ KR പുരം ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ്. ഇനിയും ഇവിടുന്ന് നമ്മൾ പറഞ്ഞ ടോളിലോട്ട് ഇനിയും കുറച്ചുകൂടെ ദൂരമുണ്ട്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഈ KR പുരം ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഇവിടെ മീറ്റപ്പ് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര ക്രൗഡായിരിക്കും. കാരണം നമ്മൾ മീറ്റപ്പ് പറഞ്ഞ ഒരു സ്ഥലം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡായിരുന്നു. അപ്പം അവിടെ ഈ ബസ്സുകൾ വന്ന് നിർത്തുന്നതും പിന്നെ നമ്മൾ തന്നെ ഏകദേശം ഒരു 10-11 വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ ആകുമ്പോൾ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹോസ്കോട്ടെ ടോളിൻ്റെ അങ്ങോട്ട് മാറ്റിയതാണ്. സിറ്റി മൊത്തം ഓണമായി കേട്ടോ. കാരണം ഈ വരുന്ന ആഴ്ച എന്ന് പറയുന്നത് കുറേ ലീവ് ഉണ്ട്. ഇവിടെ എന്താണ് സംക്രാന്തി എന്തോ ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അതുപോലെ തമിഴ്നാട് പൊങ്കൽ. ഇത് രണ്ടും ഓരോ ദിവസമാണ്. രണ്ട് പേരിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. അപ്പോൾ 1-2 ദിവസം ലീവ് എടുത്ത് അവർക്ക് ഒരാഴ്ച മൊത്തം ലീവ് എടുക്കാം. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല തിരക്ക് റോഡിലുണ്ട്. ഇപ്പോൾ ഈ സൈക്ലിംഗുകാരനെ ഞാൻ കുറേ നേരമായിട്ടാണ് കാണുന്നത്. സോ അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ഹോസ്കോട്ടെ ടോളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ആരെങ്കിലും വന്നോ എന്നുള്ള അറിയില്ല. മിക്കവാറും ഞാനായിരിക്കും ആദ്യമായിട്ട് എത്തുന്നത്. ആരെയും കാണുന്നില്ല. നോക്കട്ടെ ആരെങ്കിലും വന്നോ എന്നുള്ളത് ഒന്ന് വിളിച്ചു പോയിക്കട്ടെ. അപ്പോൾ ഏതായാലും അവരെല്ലാം വരാണ്ട്. അവർ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് നമ്മളുടെ മെയിൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. സോ അവരെല്ലാവരും വന്നിട്ട് നമുക്ക് ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോയിൻ്റ് നമ്മൾ ഇവിടുന്ന് മാറ്റി. കാരണം ഇവിടുത്തെ ഫുഡ് അത്ര ഒരു 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 സുഖമില്ല എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മെയിൻ പോയിൻ്റ് അതല്ല. നമ്മളിവിടുന്ന് പോകാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. കാരണം ഫുൾ ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും കുറച്ച് അപ്പുറത്ത് വുഡീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണെന്ന് നമ്മൾ അതിപ്പോൾ പോകാമെന്ന് വിചാരിച്ചിരുന്നത്. അതാകുമ്പോൾ ഇവിടുന്ന് ഈ നിൽക്കുന്ന പോയിൻ്റിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്റേഴ്സ് ഒന്ന് വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം റൈഡും കിട്ടും, ഫുഡ് അടിക്കാം. ഇത് പെട്ടെന്ന് എത്തിപ്പോയി. അപ്പം എല്ലാവരുടെയും ഒരു അഭിപ്രായം മാനിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇനി. അപ്പോൾ എല്ലാവരും എന്താ വീണ്ടും ഗിയറപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. നല്ല പ്രൈസ് പോവാം. So let's go.
ഇപ്പോൾ അടുത്ത പോകുന്ന ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഞാനിതുവരെ പോയിട്ടില്ല മീൻസ് പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മൾ പണ്ട് സ്ട്രെല്ലുമായിട്ടൊരു വീഷ്ടോമുള്ള സമയത്ത് സ്ട്രെല്ലായിട്ട് റൈഡ് അങ്ങോട്ടായിരുന്നു പോയിരുന്നത്. അതിപ്പോൾ എത്ര 3 കൂടുതൽ കൊല്ലമായി, 3 അല്ല അതിൽ കൂടുതൽ വർഷമായിട്ടുണ്ട്. എന്താണ് പൊടി വലിച്ച് സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ വുഡീസ്. അപ്പം അത്രയൊക്കെയുള്ള നമ്മളുടെ ഈ ഒരു വീഡിയോ. നമുക്ക് വീണ്ടും വണ്ടി ഒന്ന് റെഡിയാക്കി വെച്ചാട്ടെ.
സോ ഗൈസ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.